എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ തൃപ്പരപ്പാണ് ഞാൻ നിൽക്കുന്നത്. തൃപ്പരപ്പ് വാട്ടർഫാൾസിന്റെ ഫ്രണ്ടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് വന്നത്. സുൽബായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് വന്നത്. അപ്പോൾ തൃപ്പരപ്പ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാണ്ട് കുറച്ച് സമയമായുള്ളൂ. വെയിലൊക്കെ ഉണ്ട്, എന്നാലും വലിയൊരു വെള്ളവും കുറവാണ്. എന്നാലും ആവശ്യത്തിന് വെള്ളം കെട്ടി നിർത്തിയാണ് വെള്ളം ഇവിടെ വരുന്നത് തന്നെ സമയം. പിന്നെ ഇവിടെ അമ്പലമുണ്ട്, ശിവാലയം. നമ്മൾ ശിവാലയം ഓടുന്നതിന്റെ 3ാമത്തെ ക്ഷേത്രമാണ് ഇത്. അപ്പോൾ ഇതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതായത് ഇപ്പോൾ തൃപ്പരപ്പിന് വെള്ളച്ചാട്ടത്തിന് മേളിലുള്ള റിവ്യൂ ആണ് കണ്ട. നല്ല രസമുണ്ട്. ഇതാണ്ട് അവിടെയാണ് അമ്പലമൊക്കെ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് ഈ ശിവരാത്രിക്ക് ശിവാലയം ഓടാൻ വരുമ്പോൾ ഉള്ള 3ാമത്തെ അമ്പലമാണ് ആ കാണുന്നത്. നമുക്കിനി അമ്പലത്തിന് ഫ്രണ്ട് ഇവിടെ ഒരു ആനയെ കുളിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് പ്രത്യേക വിഷ്വൽസ് അതുകൂടെ കാണാം. എന്നാൽ ഈ ആറിന് കുറുകെയുള്ള ഒരു പാലമാണ് കണ്ടോ. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ആ സൈഡിൽ ബോട്ട് സർവീസൊക്കെ ആണ്. നോക്കുക, അത് അങ്ങോട്ട് പോകും. ആദ്യം ആനയെ കുളിപ്പിക്കുന്നതാണ്. അവിടെ ആനയെ കുളിപ്പിക്കുന്നില്ല, അതൊന്ന് കണ്ടിട്ട് വരാം. നോക്കി കണ്ടോ, ആനയെ കുളിപ്പിക്കുക. ആന കിടക്കണ നോക്കിയാ സുഖമായിട്ട് കിടക്കുക വെള്ളത്തിൽ. ഉണ്ടോ, അയ്യോ അത് തുമ്പിക്ക്, അയ്യോ കാലക്കാനക്കണത് ഉണ്ടോ. ഇതൊരു പിടിയാനാണ് കേട്ടോ, പെണ്ണാനയാണ് സംഭവം. അയ്യോ ചെവിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. വേണല്ലേ, കൊള്ളാല്ലേ, സൂപ്പർ അല്ലേ. ഇതിപ്പോ എവിടത്താണ്? ഇവിടത്താണ്. നിങ്ങൾ പേരെന്താണ്? പ്രശാന്ത്. ജെറി. ഇവിടെ തന്നെ സ്ഥലം. ഇവിടെ ആനയെ കുളിക്കുന്നത് ഇവിടെ തന്നെയാണ് സ്ഥലം കേട്ടോ. ഇവിടെ അവർ രണ്ടുപേരും, ജെറിയും പ്രശാന്ത്. ആനയെ ഒന്ന് കുളിപ്പിക്കാം. ഇപ്പൊ ഞങ്ങൾ വന്നത് കണ്ട അവിടെ നിന്നാണ് വന്നത് കേട്ടോ. ഇനിയിപ്പോ അവിടെ നിന്ന് വന്ന് ഇവിടെ ഈ ആനയൊക്കെ കുളിപ്പിക്കുന്നത് കണ്ട് കണ്ട ഈ ഇതുണ്ടല്ലോ, ആ ഒരു മണ്ഡപം ഇങ്ങനെയുണ്ടോ. ആ മണ്ഡപത്തിന്റെ നേരെ അപ്പുറത്താണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇങ്ങനെയുണ്ട്, നല്ല രസമല്ലേ. തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഫുൾ പാറ കേട്ടോ. ഈ പാറ ഉള്ളു ഇവിടെ. വല്ല വെള്ളമൊക്കെ വന്നാൽ അങ്ങനെയാണ് നമുക്ക് ഭയങ്കര പ്രയാസമാണ് നിൽക്കാനൊക്കെ. അത് പാറ മാത്രമേ ഉള്ളൂ. ആനയൊക്കെ കുളിപ്പിച്ചതിന്, ആനയെ കുളിപ്പിനുണ്ടല്ലോ, ആനയെല്ലാം കുളിപ്പിച്ചു തന്നു. അതുകൊണ്ട് അവിടെ കണ്ട ആ ഒരു ഇതുണ്ടല്ലോ, മണ്ഡപമാണ്. ആ മണ്ഡപത്തിന്റെ അടുത്ത് നമ്മൾ പോവേണ്ട. ഇനി അങ്ങോട്ട് ഇച്ചിരി നടന്നു പോകാൻ പ്രയാസമാണ് കേട്ടോ. കാരണം പാറയും നല്ല ഗ്യാപ്പുണ്ട് ഓരോന്നിനും ഇപ്പുറത്തെ പാറയിലോട്ട്. ഇവിടെ വെള്ളം കെട്ടി നിർത്തിയാണ് അങ്ങോട്ട് ആ വെള്ളച്ചാട്ടം തേക്കുന്നത്. അയ്യോ ഇവിടെ നോക്കി ഇച്ചിരി പാടാണ് കേട്ടോ. അയ്യോ അമ്മേ. ഇവിടെ ഒരുപാട് തമിഴ് സിനിമയുടെ ഒക്കെ ഷൂട്ടിങ് നടന്ന സ്ഥലമാണ് ഇവിടെ. ഉണ്ടോ ഇവിടെയൊക്കെ. കണ്ട ഈ മണ്ഡപത്തിൽ വന്നുള്ള ഒരു ദൃശ്യമാണ് കണ്ടോ. കണ്ടോ, നല്ല രസമുണ്ട് കണ്ടോ. കാരണം എന്താ ഇവിടെ കണ്ടോ, അവിടുന്ന് വെള്ളം ചെറുതായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടോ. ഇപ്പൊ ഇവിടെ നിന്നാണ് അങ്ങോട്ട് അപ്പുറത്തെ വെള്ളച്ചാട്ടം ഉണ്ടാവുന്നത് തന്നെ. കാരണം അത്രയും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, അല്ലാതെ വെള്ളം കുറവാണല്ലോ. ബാക്കി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്നുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. അതായത് കണ്ടോ, ഇതാണ് ആ വാട്ടർഫാൾസ്. വെള്ളം വന്ന് വീഴുന്നത് നമ്മളതിന് കുറച്ചുകൂടി ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് നിന്നിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കണ്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. താഴോട്ട് ഇറങ്ങണമെങ്കിൽ പാസ് വേണം. ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്നുണ്ട് കുറച്ചായിട്ട്. താഴെയും കണ്ട അവിടെ ഒരു ചെറിയൊരു മണ്ഡപമൊക്കെ ഉണ്ട് കണ്ടോ. അവിടെ ഒരു ചേച്ചി ഇത് കേട്ട് അതിൻ്റെ ഒരു തൊട്ടടുത്ത് ചെറിയ നീന്തൽക്കുളം പോലെ കെട്ടിയിട്ടുണ്ട് കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, അതാ നീന്തൽക്കുളമാണ് നന്നായി കാണുന്നത്. അത് നല്ല രസമുണ്ടല്ലേ. തൃപ്പരപ്പിൽ നിന്ന് അതിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂസ് ആണ് ഇത്. അതായത് അമ്പലത്തിന്റെ ഈ ബാക്ക് സൈഡിൽ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നോക്കി കരിങ്കല്ലെല്ലാം അടിക്കാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. എന്ത് രസം, നീറ്റായിട്ടാണ് എന്ത് ചെയ്തിരിക്കണം നോക്കി. നല്ല രസമുണ്ട്. ഫുൾ കരിങ്കല്ലാണ് കേട്ടോ ഇവിടെ. കരിങ്കൽ സ്റ്റെപ്പ് വരെ കരിങ്കല്ല് കണ്ടോ. എല്ലാം ഇങ്ങനെ കരിങ്കൽ അടിക്കാണ് വെച്ചിരിക്കുന്നത്.
ഇത് കണ്ടോ, ഇത് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഉള്ളൊരു വ്യൂസാണ് കേട്ടോ. നോക്കി, നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബോട്ട് സർവീസിലോട്ട് പോകുന്ന വഴി കേട്ടോ. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ്. ഞങ്ങളെന്തായാലും കയറുന്നില്ല, ഞങ്ങൾക്ക് ടൈം പ്രശ്നമുള്ളതുകൊണ്ട് കയറുന്നില്ല. നിങ്ങൾ വേണ്ട ഈ ചവിട്ട് ബോട്ട്, കാരണം പെഡൽ ബോട്ട്, ഈ പെഡൽ ബോട്ടിന് വേണ്ട 30 മിനിറ്റിന് 50 രൂപ. തുഴവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തുഴഞ്ഞു പോകുന്നത്, അതിന് 30 മിനിറ്റിന് 100 രൂപ. അതാണ് എൻ്റെ കണക്ക് കേട്ടോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ബോട്ട് സർവീസ് ഇവിടെ നിന്നാണ് കണ്ടോ. നല്ല ക്യൂ ഉണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുകയാണ്. കുറെ ബോട്ടുകൾ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. പെഡൽ ബോട്ട് കണ്ടോ, ഇത് കണ്ടോ. ഈ പാലത്തിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ ഈ 6 കുറുകയുള്ള നേരത്തെ കാണിച്ച പാലം ക്രോസ് ചെയ്ത് വരുന്ന ഇതിന്റെ വ്യൂ ആണ് കേട്ടോ. നോക്കി, നല്ല രസമുള്ള സ്ഥലമാണ്. നല്ലൊരു കാലാവസ്ഥ കേട്ടോ ഇപ്പൊ ഇവിടെ, കാരണം വലിയ ചൂടൊന്നുമില്ല. ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കുകയും ഇല്ല. കാരണം ഇവിടെ മഴ സമയത്താണ് കുറച്ച് കൂടുതൽ വെള്ളം. ഇപ്പൊ അത്ര ഈ വേറെ വേനലായതുകൊണ്ട് ഇവിടെ വെള്ളം വളരെ കുറവാണ്. ഇവിടെ മഴ സമയത്തൊക്കെ നല്ല ഇതായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു കാണ്ടാമൃഗത്തിന് വെച്ചിരിക്കുന്നുണ്ടോ, ഞാൻ തുഞ്ചി കാണിച്ചു തരാം. ആ പാർക്കിന്റെ സൈഡിൽ അതാ നോക്കിയോ, നല്ല രസമുണ്ടല്ലേ കാണാതെ. കാണ്ടാമൃഗത്തിന് വെച്ചിരിക്കുന്നത് അത് പെഡൽ ബോട്ടും ഉണ്ട് കേട്ടോ. ഇവിടെ പെഡൽ ബോട്ടും ഉണ്ട്, അല്ല തുഴഞ്ഞു പോകുന്ന ബോട്ടുകളും ഉണ്ട് കേട്ടോ. പെഡൽ ബോട്ടിൽ 2 പേർക്ക് 4 പേർക്ക് ഇരിക്കാന്നുള്ള പെഡൽ ബോട്ടാണ് ഇവിടെ. അതായത് തൃപ്പരപ്പില് ഈ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. മെയിൻ എൻട്രൻസ് അല്ല, ഈ പാർക്കിംഗ് ഏരിയക്കാണ്. ഇതുവഴിയാണ് ഈ കാണുന്ന ഫ്രണ്ടിലോട്ടുള്ള ഇതുവഴിയാണ് അങ്ങ് ഡാമിലോട്ട് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴി. നേരത്തെ നമ്മൾ അവിടുന്ന് കയറി വന്നത് അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ കൂടെ കയറി വന്നത്. ഇതുപോലെ പാർക്കിങ്ങും ഇതുവഴിയാണ് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് നമ്മൾ നേരത്തെ ടോപ്പിൽ നിന്ന് ഫോട്ടോസ് എടുത്തോണ്ട് വീഡിയോസ് എടുത്തോണ്ട് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഒരുപാട് സ്നാക്സ് ഐറ്റങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഈ കോളിഫ്ലവറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. വാഴയ്ക്ക ബജി, വാഴയ്ക്ക മുട്ട ബജി എല്ലാം ഉണ്ട്. ഇത് പൊട്ടറ്റോ ചിപ്സ് ആണെന്നോ. ഇത് പൊട്ടറ്റോ ആണ്, അതാ മനുഷ്യന് പൊട്ടറ്റോ. ഇതാ പൊട്ടറ്റോ എങ്ങനെ കാക്കില 120. പൊട്ടറ്റോ കാക്കില 120 കേട്ടോ. ഈ തൃപ്പരപ്പിലെ വെള്ളച്ചാട്ടവും ഈ അമ്പലവും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ.